സോ ഗൈസ് എല്ലാവർക്കും വെൽക്കം ബാക്ക്. ആണ്. അപ്പം നമ്മൾ ഇന്ന് ഒരു 3 പ്രൊഡക്റ്റിനെ കുറിച്ചാണ് റിവ്യൂ ചെയ്യാൻ പോകുന്നത്. ദീസ് ആർ പ്രൊഡക്ട്സ് ഗൈസ്. നമുക്ക് പ്രൊഡക്റ്റ് നമ്പർ 1 ചെറുതീന്ന് തുടങ്ങാം ഗൈസ്. ഇത് ജസ്റ്റ് ഒരു ഹബ്ബാണ്, 8 പോർട്ട് ഹബ്ബാണ്. എടുത്തോട്ട് ഗൈസ്. ഇതാണ് നമ്മുടെ ഹബ്ബ് വരുന്നത്. ഈ പെട്ടിക്കകത്ത് വേറെ വരുന്നുണ്ടാ ഒരു യൂസർ മാനുവൽ തോന്നുന്നു, അല്ല ഒരു വാറണ്ടി കാർഡ്. ഓക്കെ, ലെറ്റ്സ് കം ടു ദിസ്. അപ്പം ഇതിനൊരു ചെറിയ ഇതുണ്ടായിരുന്നു ഇവിടെയും ഇതുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ളതല്ലേ ഇതല്ലേ. ഇത് ഞാൻ മുറിച്ച് കളഞ്ഞു, കാരണം ഞാൻ എൻ്റെ ലാപ്ടോപ്പിൽ സി മാത്രമേ ഉള്ളൂ. അപ്പം സിയും ഇതും ഉണ്ട്, പക്ഷെ ഞാൻ സി ആണ് ഉപയോഗിക്കുന്നത്. അപ്പം ഇങ്ങനെ ഇങ്ങനെ കിടക്കുന്നുണ്ട്, ഞാൻ ഇത് കട്ട് ചെയ്തു. നിങ്ങൾക്ക് ആണെങ്കിൽ തരാം, കാരണം സി ടൈപ്പ് ഇല്ലാത്തവർക്ക് ഇങ്ങനെ ഉപയോഗിക്കാം. ഇത് ഫോണിൽ ഉപയോഗിക്കാം, എല്ലാത്തവർക്കും കോമ്പാക്റ്റബിൾ ആണ്. പിന്നെ അപ്പൊ നമുക്ക് പോർട്ടിലോട്ട് കിടക്കാം. ഇത് ഒരു 3.somethingന്റെ USB പോർട്ടാണ്. 2.0യുടെ ഇത് എത്ര 2.0. ഇത് വലിയ മറ്റേ SD കാർഡ് ഇല്ലേ, അതിടാനും, പിന്നെ ഇത് ചെറിയ SD കാർഡ് ഇടണം. പിന്നെ നമ്മുടെ സാധാ ഓക്സ് പോർട്ട് ഉണ്ട്, ഓഡിയോ പോർട്ട് ഉണ്ട്. പിന്നെ ഇവിടെ ഒരു ടൈപ്പ് സി വരുന്നുണ്ട്. പിന്നെ ഇവിടെ വരുന്നുണ്ട് വേറെ ഒരെണ്ണം 2.0യുടെ ഒരു സംഭവം വരുന്നുണ്ട്. അപ്പം ഇത് നല്ലൊരു സംഭവമാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇത് ഫോട്ടോണിക്സ് ആണ്, ഫോട്ടോണിക്സിന്റെ. ഞാൻ ഇതിന്റെ ലിങ്ക് എല്ലാം താഴെ കൊടുത്തേക്കാം, നിങ്ങൾ ഒന്ന് ചെക്കൗട്ട് ചെയ്താൽ മതി. ഇത് നൈസ് സാധനമാണ് കേട്ടോ, ഒരു കംപ്ലൈന്റ് വന്നിട്ടില്ല. ഞാനിപ്പോ 1 മാസം കഴിഞ്ഞാണ് ഈ 3ന്റെ പ്രൊഡക്റ്റ് റിവ്യൂ ചെയ്യുന്നത്. നല്ല ഇഷ്ടമായി ഗൈസ്, നല്ല സീൻ സാധനമാണ്, നല്ല ക്വാളിറ്റി കാര്യങ്ങളുണ്ട്. ബിൽഡ് ക്വാളിറ്റി ഞാൻ കുറെ വർഷം താഴെ വീണിട്ടുണ്ട്, പിന്നെ കുറെ വർഷം ഉറങ്ങിയിട്ടുണ്ടെങ്കിലും ആ ഒരു ഉഴയൽ പോലും എന്നൊന്നും വന്നിട്ടില്ല ഗൈസ്. ദിസ് ഔട്ട്. ഞാൻ എന്റെ യൂസ്ഡ് ഇതിൽ നിന്നാണ് പറയുന്നത്, ഇത് നല്ല ക്വാളിറ്റി ഉള്ള സാധനമാണ്. ബൈ ദിസ് ഇഫ് യു വാണ്ട്. അടുത്തതാണ് ഒരു പോർട്രോണിക്സിന്റെ ടോഡ് 8 എന്ന് പറയുന്ന നമ്മ മൗസ്. ഇതാണ് നമ്മുടെ മൗസ്. നല്ലൊരു, ഇതിനെല്ലാം നീറ്റ് പാക്കിംഗ് ആണ് വരുന്നത് ഗൈസ്, അത് പറയാതിരിക്കാൻ വയ്യ ഗൈസ്. ഇതിനകത്തൊരു യൂസർ മാനുവൽ ഉണ്ട്, നമ്മൾ നോക്കറില്ലല്ലോ ഗൈസ്. ഇതിനും വാറണ്ടി കാർഡ് ഉണ്ട്. മനസ്സിലായല്ലോ അല്ലേ? വാറണ്ടി കാർഡ് നമ്മൾ നോക്കാറില്ല ഗൈസ്. ലെറ്റ്സ് കം ടു മൗസ്. ഇത് നല്ലൊരു ട്രാൻസ്പെറന്റ്, നല്ല ഫീൽ ചെയ്യുന്ന ഒരു നല്ലൊരു മൗസ് ആണ്. ക്ലിക്കിങ് അധികം സൗണ്ട് കേൾക്കില്ല. ഇപ്പൊ ഇത് ടാപ്പ് ചെയ്യാണ്, ഇപ്പോഴാണ് ക്ലിക്ക് ആവുന്നത്, അറിയത്തോലുമില്ല ഗൈസ്. നല്ല സ്മൂത്ത് ക്ലിക്കി ഫീലാണ് കിട്ടും. നമുക്ക് ആദ്യം ബട്ടൺസിലോട്ട് കിടക്കാം. ഇത് നല്ല രസമുള്ള നല്ല ക്ലിക്കി സ്വിച്ചസ് ഒക്കെയാണ്. ഇത് എല്ലാവർക്കും നോർമൽ മൂസിലുള്ള പോലെ തന്നെ 2 സ്വിച്ചസും പിന്നെ ഇതും, പിന്നെ 2 സെപ്പറേറ്റ് സ്വിച്ചസ് വരുന്നുണ്ട് ഗൈസ്. ഒന്ന് ഇപ്പൊ നമ്മള് ഗാലറിയോ യൂട്യൂബോ എല്ലാം എടുത്തിട്ടേക്കാണെങ്കിൽ ഹോം സ്ക്രീനിലോട്ട് എന്തെങ്കിലും പോകാനുണ്ടെങ്കിൽ നിൽക്കുക, അടുത്ത വിൻഡോസ് വേണമെങ്കിൽ എടുക്കാം. പിന്നെ അടുത്തുള്ളത് DPI 1600 DPI വരെ ഉണ്ട്. ഇത് ശരിക്കും 1600 DPI ഉണ്ട്, ഞാൻ ടെസ്റ്റ് ചെയ്തതാണ്. നൈസാണ്. പിന്നെന്താ, ഇതൊരു 3 കണക്ടിവിറ്റി ആണ് വരുന്നത്. ഒന്ന് നിങ്ങളിപ്പോ കണ്ട പോലെ തന്നെ ഡോങ്കിൾ, USB ഡോങ്കിൾ വെച്ചുള്ള ഒരു കണക്ടിവിറ്റി. ഓൺ ആക്കുമ്പോഴത്തേനും ഇതിപ്പം ഒരു വൈഫൈയുടെ ചിഹ്നം പോലെ ഉണ്ടാവും. ഇതാണ് ഈ ഡോങ്കിളിൻ്റെത്. എന്നത് മാറ്റി 2 ബ്ലൂടൂത്ത് ഡിവൈസ് നമുക്ക് അറ്റ് എ ടൈമിൽ 3 കണക്ട് ചെയ്യാൻ കഴിയും നമുക്ക്. ബ്ലൂടൂത്ത് 1, ബ്ലൂടൂത്ത് 2. പിന്നെ ഇത് iOS ആൻഡ്രോയിഡുമായിട്ട് എല്ലാം കോമ്പാക്റ്റബിൾ ആണ്. പിന്നെ അത് ഓൺ ആക്കുമ്പോൾ തന്നെ ബാറ്ററി പെർസെൻറ്റേജ് വേണം ഗൈസ്, 1 2 ഗൈസ്. ഇതിന്റെ നല്ലൊരു ലുക്ക് ഉണ്ടോ ഗൈസ്, ഏതാ ഫീല്, കൈപ്പിടിക്കുമ്പോൾ തന്നെ നല്ലൊരു ഫീൽ ഉണ്ട് ഗൈസ്.
ഓക്കെ, ഇത് മാഗ്നറ്റ് ആണ്. അതുകൊണ്ട് നിങ്ങൾ ഇത് കളഞ്ഞു പോയൊന്നും പിടിക്കണ്ട. ഇത് ലാപ്ടോപ്പിൽ ഒരു നമ്മൾ എന്ത് ചെയ്യും, ഇങ്ങനെ വെക്കാൻ പറ്റും, ഇങ്ങനെ എങ്ങനെ കളയാം, കളഞ്ഞു പോകാനുള്ള ചാൻസസ് ഒക്കെ കൂടുതലല്ലേ. ഇത് വീഴില്ല ഗൈസ്. ഇത് നല്ല 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 ഒരു മാഗ്നറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇത് ഇവരിവിടെ അതുപോലെ തന്നെ ഇതും ക്ലിപ്പ് ടൈപ്പ് ആണ്, മാഗ്നറ്റ് ആണ്. വേണ്ട, എവിടെ പോയോ, അണഞ്ഞു. ഫീൽ ഇറ്റ് ഔട്ട്, ഗുഡ് തിങ്. നല്ലോണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ വരും ഗൈസ്. പിന്നെ ഇതില് വേറൊരു പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത് ഒരു സി ടൈപ്പ് റീചാർജബിൾ ടൈപ്പ് ആണ് ഈ മൗസ്. സി ടൈപ്പ് ആണ്, മറ്റേതല്ല, സി ടൈപ്പ് ആണ്. എന്തായാലും മൗസ് കിടിലം പ്രൊഡക്റ്റ് ആണ്. ഞാൻ ഉപയോഗിച്ച ഒരു ഇതിൽ പറയുകയാണ്, 1 മാസം ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ അടുത്തത് വരുന്ന പോട്രോണിക്സിന്റെ തന്നെ ബബിൾ 2.0 എന്ന് പറയുന്ന ഒരു കീബോർഡാണ്. നല്ല ക്ലിക്കി ഫീലൊക്കെ ഫീൽ ചെയ്യുന്ന ഒരു കീബോർഡാണത്. അതിന് തന്നെ യൂസർ മാനുവൽ വരുന്നുണ്ട്. പിന്നെ ഞാനിപ്പോ ലാപ്ടോപ്പിൽ നിന്ന് ഊരിയോണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. ഇതിനും ഡോങ്കിളുണ്ട്, 3 കണക്ടിവിറ്റി ഉണ്ട്, 2 ബ്ലൂടൂത്തും 1 ഡോങ്കിളും ഉണ്ട്. ഇതിൽ വേറൊരു നെഗറ്റീവ് എന്ന് പറയുന്നത് ഇത് സി ടൈപ്പ് അല്ല, ബാറ്ററിയാണ്. ബാറ്ററി ടൈപ്പാണ് വരാറുള്ളതെന്ന് തോന്നുന്നു. അപ്പം കുഴപ്പമില്ല, നൈസാണ്. ഇതിപ്പം 1 മന്ത് ആയിട്ട് ഇതിന്റെ കൂടെ തന്ന ബാറ്ററിയാണ്. ഞാൻ 1 മന്ത് ആയിട്ട് കണ്ടിന്യൂസ് യൂസ് ചെയ്യുന്ന ഒരു കീബോർഡാണിത്. ഇതുവരെ ചാർജ് വരുന്നുണ്ടല്ല ഗൈസ്. നൈസ് ടൈപ്പാണ്. പിന്നെ ഇവിടെ ഓൺ ബട്ടൺ നമുക്ക് ഓണാക്കാം. ഇവിടെ ഇതിപ്പം നമ്മൾ ബ്ലൂടൂത്ത് 2 കിടക്കുന്നത്, BT 2 കിടക്കുന്നത്. നമുക്ക് ഒരു ക്ലിക്കോട് കൂടി അപ്പൊ നമുക്ക് സ്വിച്ച് ചെയ്യാം. 2.4 ഞാൻ പറഞ്ഞതിലോട്ട് ഈ ഒരു ഡോങ്കിൾ വെച്ച് കണക്ട് ചെയ്യാം. പിന്നെ 2 ഡിവൈസസും അറ്റ് എ ടൈം. ഈ മൗസിലും സെയിം ഇത് തന്നെയാണ്, ഈ കീബോർഡിലും ഇത് തന്നെയാണ്. ഈ കണക്ടിവിറ്റി 3 ഒരുമിച്ച് കണക്ട് ചെയ്യാൻ നമുക്ക് ഇങ്ങനെ മാറ്റാം. മാറി ഇങ്ങനെ നമുക്ക് മാറ്റി മാറ്റി ഉപയോഗിക്കാം. ഇത് പറയാനുള്ളത് സൈലന്റ് ടൈപ്പിംഗ് ഇതാണ് ഗൈസ്. നൈസ് ഒരു ഫീലാണ് വരുന്നത്. പിന്നെ ഇതിന്റെ ഡോങ്കിള് കളഞ്ഞു എന്ന് പേടിക്കണ്ട. ഇതിങ്ങനെ ഓപ്പൺ ചെയ്യുക. ഇവിടെ തന്നെ ഡോങ്കിൾ വെക്കാനുള്ള ഒരു പോർട്ട് ഉണ്ട്. അത് ഒരു പ്ലസ് പോയിന്റ് ആണ് ഈ ബബിൾ 2.0. സത്യം നൈസ് ഫീച്ചർ അല്ലേ. അത് നമ്മൾ അല്ലെങ്കിൽ കളഞ്ഞു പോകത്തില്ല, ചെറുതല്ലേ. ഇതിനകത്ത് പറയാനുള്ളത് നല്ല റൗണ്ടഡ് കീസ് ആണ്. അല്ല, ഒരു ബബിളി ഫീൽ, അവർ പറഞ്ഞിട്ട് ഒരു ബബിളി ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു 1 മന്ത് ആയിട്ട് ഞാൻ കണ്ടിന്യൂസ് യൂസ് ചെയ്യുന്നുണ്ട്. നൈസ് പ്രൊഡക്റ്റ് ആണ്. ഇതിന്റെ എല്ലാം ലിങ്ക് വേണമെങ്കിൽ നിങ്ങള് ഡിസ്ക്രിപ്ഷനും ഒക്കെ മതി, എല്ലാം താഴെ കാണും. അപ്പം താങ്ക് യു ഗൈസ്.